പ്രിയ തൊഴിലുറപ്പ് തൊഴിലാളികളെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാൻ ഇന്ന് വന്നത് നമ്മളെ ഈ വർഷത്തെ തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാവാൻ ആയിട്ടുണ്ട്. കുറേ ആൾക്കാർക്ക് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു കാര്യം ചെയ്യേണ്ടത്, അതായത് അവസാനം ചെയ്തിട്ടുള്ള പല ആൾക്കാർക്കും 100 പണി ആയിട്ടുണ്ട് എങ്കിലും നമ്മുടെ റിപ്പോർട്ടിൽ 99 കാണിക്കുന്നതായിട്ടുള്ളൊരു വിവരമുണ്ട്. അപ്പോൾ ചില ആൾക്കാരിത് ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥ ഉണ്ട്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നിർബന്ധമായിട്ടും ഒന്ന് ചെക്ക് ചെയ്യുക. ഒന്നുകിൽ നിങ്ങളുടെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് PDF 100 തൊഴിൽ ദിനങ്ങളായിട്ടുള്ള ആൾക്കാരുടെ PDF ഒന്ന് ശ്രദ്ധിക്കുക. അതിൽ നിങ്ങളുടെ പേരുണ്ടോ, 100 പണി തന്നെ ആയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, MIS പ്രകാരമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ 100 പണിയായോ എന്ന് നോക്കുന്ന രീതി ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അതുവഴിയോ എങ്ങനെയും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അതായത് നമ്മുടെ ബുക്കിൽ ചിലപ്പോൾ 100 പണി ആയിട്ടുണ്ടാവാം, ചിലപ്പോൾ അവസാന നിമിഷത്തിലായിരിക്കും 100 പണി ആയിട്ടുണ്ടാവാം. പക്ഷേ നമുക്ക് 100 പണി ആയിട്ടുണ്ടാവും, നമ്മൾ എടുത്തിട്ടുണ്ടാവും, ബുക്കിൽ എഴുതിയിട്ടുണ്ടാവും. പക്ഷേ അവരുടെ റിപ്പോർട്ടിൽ 100 ആയിട്ടുണ്ടാവില്ല, 99 അല്ലെ 97 98 ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പം ഞാൻ പറയുന്നതെന്ന് വിചാരിച്ചാൽ നിങ്ങളത് ചെക്ക് ചെയ്യണം. ആകെ 2-3 ദിവസമേ ഉള്ളൂ ഈ വർഷം, അല്ലെങ്കിൽ ഈ മാസം കഴിഞ്ഞാൽ ഈ വർഷത്തെ പണികൾ കംപ്ലീറ്റ് ആയി. നമുക്ക് കഴിഞ്ഞ വർഷം വരെ 1200 രൂപ സംസ്ഥാന ഗവൺമെൻറ് തന്നിട്ടുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യണം, അത് നമുക്ക് അർഹമായിട്ടുള്ളൊരു പൈസയാണ് നഷ്ടപ്പെട്ടു പോവുക. അപ്പോൾ ഈ വർഷത്തെ എന്തായാലും അതുപോലെ കിട്ടുന്നതാണെങ്കിൽ നമുക്കതുപോലെ എന്ത് ചെയ്യും, ആ പൈസ നഷ്ടപ്പെട്ടു, അതോടൊപ്പം തന്നെ നമ്മുടെ ജോലി ചെയ്ത പൈസയും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എന്ത് ചെയ്യുക, 100 പണിയായിട്ടുള്ള എല്ലാവരും നിങ്ങൾക്ക് 100 പണിയായിട്ടുണ്ട് എന്ന്, റെക്കോർഡിൽ 100 പണിയായിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ പ്രത്യേകിച്ച് മറ്റു വിഷയങ്ങളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഈ കാര്യങ്ങൾ മാത്രം, അതായത് ഇത് 2 ദിവസം മാത്രമേ ഉള്ളൂ കാര്യം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നിട്ട് വളരെ പ്രധാനമായിട്ട് ഇങ്ങനൊരു കാര്യം പറഞ്ഞത്. ഇത് ഞാനിപ്പോൾ ഇങ്ങനൊരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ്. കാരണം എന്ന് വിചാരിച്ചാൽ പല ആൾക്കാർക്കും 100 പണി ആയിട്ടും അത് ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇതുമായിട്ട് വന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, പരമാവധി സഹകരിക്കുക. ഓക്കെ, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ നാട്ടിലാർക്കെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.